ഇത് നമ്മളെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഫ്രൈങ് പാനിലേക്ക് നേരിട്ട് ബാറ്റർ ഒഴിച്ചിട്ടാണ് ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൈങ് പാനിലേക്ക് നേരിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് അല്ലെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ അപ്പം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് റവ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മിക്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ റവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കുറേ പേരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സമയങ്ങൾ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമ്മൾ ഇളം ചൂടെന്ന് പറയില്ലേ, അതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ പാല് ഇളം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വിനീഗർ പാലും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് സെയിം തന്നെ 250 ml മെഷറിംഗ് കപ്പിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാം, അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് പിരിഞ്ഞിട്ട് ഒരു തൈരിൻ്റെ പോലെ ആവും ഇത്. ഇതിപ്പോൾ നോക്കിക്കേ, പിരിഞ്ഞിട്ട് തൈര് പോലെ ആയിട്ടില്ലേ. ഓക്കെ, ഇതാണ്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങൾ എടുത്ത് ചോദിക്കണ്ട കേട്ടോ, ഇതിന് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ചേർക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. ഇത് എൻ്റെ മിക്സി സുജാത കേട്ടോ. 2-3 പേരായിപ്പോൾ ചോദിക്കുന്നത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ചോദിക്കുന്നത് ഇവിടെ അമേരിക്കയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നാട്ടിലെ മിക്സി ഇവിടെ ഓടില്ലല്ലോ, ഇവിടുത്തെ വോൾട്ടേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ കൺവെർട്ടർ വെച്ചിട്ടാട്ടോ ഈ മിക്സി ഓടിക്കുന്നത്. പക്ഷേ പ്രീതിയുടെ നമുക്ക് ഓൾറെഡി കൺവെർട്ടർ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ സുജാതയുടെ അങ്ങനെ വരണില്ല. ഞാൻ ആമസോണിൽ നിന്ന് കൺവെർട്ടർ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇത് ഓടിക്കുന്നത് കേട്ടോ. ഈ 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം 250 ml മെഷറിംഗ് കപ്പിൽ. ഈ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ഓയിൽ. കറക്റ്റ് ഓയിലായിരുന്നാലും അത്രയ്ക്ക് തന്നെ ചേർക്കണം. ഓയിൽ ഇപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കോൺ ഓയിലോ വെളിച്ചെണ്ണ ആയിരുന്നാലും കുഴപ്പമില്ല. കേക്കിന് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുന്നു മാത്രം. പക്ഷേ ഇപ്പോൾ ഇനി ഇത് 3 കൂടിയിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നോക്കിക്കേ, ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് നമ്മൾ തൈരും വിനീഗറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മിക്സിങ്ങാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അത് 1 കപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചിങ്ങനെ വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെപ്പറേറ്റ് കുറച്ച് പാല് ചേർക്കേണ്ടി വരും. അതാ മിക്സിങ് നിങ്ങൾ ലാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിപ്പോൾ പാലും വിനീഗറും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മിക്സിങ് ആണല്ലോ. പക്ഷേ തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർക്കണം കേട്ടോ. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കറക്കിയിട്ടിട്ട്, ഇപ്പോൾ നമ്മളിതെല്ലാവരും മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത് നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയും ചേർക്കണം, ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർക്കണം. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് തന്നെ കറക്കിയിട്ട് എടുക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് കറക്കി എടുത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് അത്രയ്ക്ക് ശരിയായിട്ട് വരില്ല. ഇനി നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും പിന്നെ മൈദപ്പൊടിയും പിന്നെ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ
1.5 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം, ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർത്തത്, ഉപ്പ് ചേർത്തത് ടീസ്പൂണിലാണ് ചേർത്തത്. ഇത് 3ഉം കൂടിയിട്ട് ഇതേപോലെ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ചേർക്കാം. ഫസ്റ്റ് കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പുറത്തേക്ക് പോകും. ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ ചെറുനാരങ്ങയുടെ പുറത്ത് ആ മഞ്ഞ കളർ ഉണ്ടല്ലോ, അതിൻ്റെ ആ തൊലിന്ന് തൊണ്ടെന്ന് നിങ്ങൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലെമണിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്മെല്ല് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ ബൗളിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴായിരിക്കും നമുക്ക് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കിക്കേ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പുറത്ത് ഈ മഞ്ഞ കളർ മാത്രമേ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചെന്ന് കഴിയുമ്പോൾ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, ആ വെള്ള കളർ ഒട്ടും വീഴരുത്. ആ വെള്ള കളർ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പരസം വരും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ നമുക്ക് ഇതേപോലത്തെ ഗ്രേറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഇതിങ്ങനെ വന്നില്ലേ, അപ്പോൾ ആ സൈഡ് പിന്നെ ഗ്രേറ്റ് ചെയ്യരുത്. നമുക്ക് ഈ പുറത്ത് ആ നല്ല മഞ്ഞ കളറുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. അതെപ്പോൾ നിങ്ങൾ നാരങ്ങയുടെ തൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും അതേപോലെ ചെയ്യാം. ഏത്തയ്ക്കാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തത്. അതിന് കറക്റ്റ് ഒരു അളവില്ല, നിങ്ങളൊരു ഏകദേശം അളവിലെടുത്തോ. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈയിങ് പാനിൽ ഫസ്റ്റ് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ തൂക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഓയിൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ കിടക്കരുത്. കയ്യിലിങ്ങനെ എടുത്തിട്ട് സൈഡിൽ നന്നായിട്ട് തൂത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് വിതറുന്നത്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കുക. കുറച്ച് പൊടി ഇങ്ങനെ ഒന്ന് വിതറിയിട്ട് ഈ പൊടി മുഴുവനും ഇങ്ങനത്ത് ഇട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് ഒന്ന് പൊട്ടിക്കളയുക. ആ സൈഡിലേക്ക് ഒന്ന് ആവണം. ഞാൻ സിങ്കിൽ കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബാക്കി വന്നത് നന്നായിട്ട് കൊട്ടിക്കളയണം. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സിങ് നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് കറക്കിയിട്ട് എടുക്കരുത്. ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേക്ക് ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകും. നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയുള്ള ചേർത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ലെവലാവുകയും ചെയ്യും. അതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് വന്നതുണ്ട്, വേറെ എയറൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണ പാൻ വെക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ബേസ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ നോക്കി ഒരു ദോശക്കല്ലാണ് എടുത്തേക്കുന്നത്. ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യണ പാൻ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ദോശക്കല്ല് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് പാൻ വയ്ക്കുക. നിങ്ങളിപ്പോൾ അധികം ഉപയോഗിക്കാത്ത പാനൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നാലും കുഴപ്പമില്ല. കഴിയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതേപോലെ ഇങ്ങനെ അടിയിൽ വെക്കണ പാൻ കേട്ടോ. കേക്ക് വെക്കണ പാൻ നമുക്ക് നോൺ സ്റ്റിക്കിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ചൂട് വരുന്നുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ നോക്കിക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ സാധാരണ ബർണറൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കുറച്ച് വയ്ക്കുക. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ കരിഞ്ഞു പോട്ടോ. തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചാലും പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് ശരിക്കും അങ്ങോട്ട് പൊന്തി വരികയും ചെയ്യില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കൂട്ടി വയ്ക്കുക. സാധാരണ നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ തുറന്ന് വെക്കേണ്ട, മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ കേക്കിന് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേക്ക് ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മൾ മുകളിലിങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. വെന്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊടുമ്പോൾ ഒരു ടെക്സ്ചറിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഈ കേക്കിനെ ഞാനൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് കേക്ക് നല്ല മുരിഞ്ഞ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കണം. അപ്പോൾ വേവാത്ത ബാറ്ററാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കൈമയാവുകയും ചെയ്യും, താഴത്തേക്ക് ഇരുന്ന് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് അങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. അപ്പോൾ സൈഡൊന്ന് പിടിക്കട്ടെ. കേക്ക് ഒട്ടും കരിഞ്ഞു പോകാണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേക്ക് കരിഞ്ഞു പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പൊടി കൂടെ വീണിട്ടുണ്ട്. അത് നമ്മൾ അടിയിൽ മൈദപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാട്ടത്. ഒന്ന് തുടച്ച് മാറ്റട്ടെ. കേക്കിനെ നമ്മൾ തിരിപ്പിച്ച് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്കിൻ്റെ മോൾ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ തിരിപ്പിച്ചിട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്കിൻ്റെ മോൾ ഭാഗം ശരിക്കും വെന്തിട്ട് വേണം നമ്മൾ തിരിപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് മാത്രമേ ഇതേപോലെ തിരിപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ആകെ പൊട്ടിപ്പോകും കേട്ടോ. ഞാനിവിടെ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേക്ക് ഇതേപോലെ ഇങ്ങനെ തിരിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ മോൾ ഭാഗമായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ തിരിപ്പിച്ചിട്ട് വെക്കുമ്പോൾ നമ്മൾ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാനിൽ തന്നെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. കേക്ക് ഒന്നുകൂടി നന്നായിട്ട് മുരിഞ്ഞോളും, കുഴപ്പമില്ല. കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടിയിൽ വെച്ചേക്കണ ഇതുമേന്ന് എടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ചൂട് കൊണ്ട് കേക്ക് ഇരുന്നിട്ട് കേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നോക്കിക്കേ, കേക്കിൻ്റെ മോൾ ഭാഗമായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ കട്ട് ചെയ്യാണ്. പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് കട്ട് ചെയ്യാം. നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. ഉള്ളിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മുടെ കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കട്ടെ. ഇതാ നോക്കിക്കേ, കേക്ക് നല്ല ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ആവി വറക്കണുണ്ട്, ഒന്നുകൂടി ചൂടാറാനുണ്ടായിരുന്നു. അതാ നോക്കിക്കേ, കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ടെക്സ്ചർ ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, നല്ല പഞ്ഞി പോലെ ഇരിക്കും കണ്ട. നമുക്ക് പിന്നെ ഇത് എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ. എപ്പോൾ കണ്ടാലും നമുക്ക് പുതിയത് കാണുന്ന പോലത്തെ കാഴ്ചയാണ് എപ്പോഴും കാണുമ്പോഴായിരുന്നാലും. ഇത് അവിടേക്കും മരത്തിൻ്റെ ഇലയുടെ കളർ നിൽക്കുന്നുണ്ടോ, പച്ച കളറാണ്. അത് ചില മരത്തിൻ്റെ വളരെ പതുക്കെ മാറുള്ളൂ. അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഇലകളാണ്, അവർ പതുക്കെ മാറുള്ളൂ.